വാർത്തകൾ തുടരുന്നു. മദ്യനയത്തിൽ കോൺഗ്രസിലെ അഭിപ്രായ വ്യത്യാസം മറനീക്കി. താൻ അവതരിപ്പിച്ചത് നിർവാഹക സമിതിയുടെ പൊതുനിലപാടാണെന്നും അഭിപ്രായം അടിച്ചേൽപ്പിക്കലല്ലെന്നും KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. മദ്യവിരുദ്ധ ബ്രാൻഡിന്റെ കുത്തക താൻ മാത്രം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും സുധീരൻ വ്യക്തമാക്കി. ഒരു വ്യക്തിയുടെ അഭിപ്രായം അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്ന എക്സൈസ് മന്ത്രി K ബാബുവിന്റെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകുകയായിരുന്നു സുധീരൻ. അതേസമയം സുധീരനെ ആരും ഒറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. പൂട്ടിക്കിടക്കുന്ന നിലവാരമില്ലാത്ത 418 ബാറുകളുടെ ലൈസൻസ് പുതുക്കുന്നത് സംബന്ധിച്ച് KPCC സർക്കാർ ഏകോപന സമിതിയിലുണ്ടായ ചർച്ചകളുടെ പരസ്യപ്രകടനമായിരുന്നു ഇന്ന് നടന്നത്. KPCC പ്രസിഡന്റ് VM സുധീരൻ ഒരു ഭാഗത്തും മറ്റംഗങ്ങളെല്ലാം മറുഭാഗത്തും എന്ന നിലയിലായിരുന്നു ഇന്നലത്തെ ചർച്ച അവസാനിച്ചത്. ഒരാളുടെ അഭിപ്രായം അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്ന് ഇന്നലെ മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടിരുന്നു. അത് പരസ്യമായി പ്രകടിപ്പിക്കുകയാണ് മന്ത്രി K ബാബു ചെയ്തത്. അല്ല, അങ്ങനെ അടിച്ചേൽപ്പിച്ചിട്ടില്ല, അങ്ങനെ അടിച്ചേൽപ്പിക്കൽ നടക്കില്ലല്ലോ. അങ്ങനെ അടിച്ചേൽപ്പിക്കുന്നില്ല, അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ ശ്രമം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അങ്ങനെ അടിച്ചേൽപ്പിക്കൽ നടക്കില്ലല്ലോ. ഏതെങ്കിലും പാർട്ടിയിൽ അങ്ങനെ അടിച്ചേൽപ്പിക്കലുകൾ നടക്കും. എന്നാൽ തന്റെ നിലപാടുമായി മുന്നോട്ടു പോകുമെന്ന പ്രസ്താവന ഇറക്കി തിരിച്ചടിക്കുകയാണ് VM സുധീരൻ ചെയ്തത്. ഏകോപന സമിതിയിൽ താൻ അവതരിപ്പിച്ചത് നിർവാഹക സമിതിയുടെ പൊതുവികാരമാണ്, അല്ലാതെ തന്റെ അഭിപ്രായം അടിച്ചേൽപ്പിക്കലായിരുന്നില്ല. മദ്യ ഉപയോഗവും ലഭ്യതയും കുറച്ചുകൊണ്ടുവരികയെന്ന പാർട്ടിയുടെയും UDFന്റെയും നിലപാടാണ് താൻ ഉയർത്തിപ്പിടിച്ചത്. ഈ നിലപാടുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. മദ്യവിരുദ്ധ ബ്രാൻഡിന്റെ കുത്തക ഒറ്റയ്ക്ക് ഏറ്റെടുക്കണമെന്ന് താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഏകോപന സമിതിയിലെ മുഖ്യമന്ത്രിയുടെയും K മുരളീധരന്റെയും നിലപാടിനുള്ള മറുപടിയാണ്. അതേസമയം മദ്യനയത്തിന്റെ പേരിൽ സുധീരൻ പാർട്ടിയിൽ ഒറ്റപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. KPCC പ്രസിഡന്റിനെ ഒറ്റപ്പെടുത്തിയെന്നോ ഉള്ള വാർത്ത അത് ശരിയായ വാർത്തയല്ല. അവിടെ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമുണ്ട് ഉണ്ടായി എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഒരിക്കലും ശരിയല്ല. 29 നടക്കുന്ന UDF യോഗത്തിന് മുന്നോടിയായി ഏകോപന സമിതി വീണ്ടും ചേർന്ന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്നാൽ ഈ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാതെ തീരുമാനം സാധ്യമല്ലെന്നാണ് ഇന്നത്തെ സംഭവവികാസങ്ങൾ തെളിയിക്കുന്നത്. പാർട്ടിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മദ്യനയത്തിന്റെ പേരിൽ പുറത്തു വരുന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. മീഡിയ 1 തിരുവനന്തപുരം. ബാർ ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഉരുണ്ടുകൂടിയിട്ടുള്ള അഭിപ്രായ ഭിന്നത എന്തിന്റെ സൂചനയാണ്? ഈ വിഷയമാണ് ന്യൂസ് മിഡിൽ ഈസ്റ്റ് പരിശോധിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ചർച്ചയിലുള്ളത് നൌഷാദ് CK കല കുവൈറ്റിന്റെ പ്രതിനിധി, EK ദിനേശൻ സാമൂഹിക പ്രവർത്തകൻ ദുബൈയിൽ നിന്നും നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഒപ്പം TH നാരായണൻ കോൺഗ്രസ് സപ്പോർട്ടർ, അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകർക്കും ഈ ചർച്ചയിൽ തത്സമയം പ്രതികരിക്കാവുന്നതാണ്. ആദ്യം ശ്രീ നൌഷാദിലേക്ക്. ശ്രീ നൌഷാദ്, ഇപ്പോൾ ബാർ ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട നയം രൂപീകരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിൽ വളരെ കടുത്ത അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള കോൺഗ്രസിന്റെ പ്രശ്നമാണോ, അതല്ല അവിടുത്തെ നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണോ? താങ്കൾ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത്? നൌഷാദിലേക്ക് മടങ്ങി വരാം. ശബ്ദത്തിന് തടസ്സമുണ്ട്, സാങ്കേതിക തടസ്സമുണ്ട്. ശ്രീ EK ദിനേശനിലേക്ക്. ശ്രീ EK ദിനേശൻ, താങ്കളോട് ആ ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നാം കണ്ടുവരുന്ന പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ അവരുടെ സംഘടനാപരമായ പ്രശ്നമാണോ, അതല്ല യഥാർത്ഥത്തിൽ മദ്യനയവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ പ്രശ്നങ്ങളാണോ ഇരുവരും തമ്മിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് രണ്ടിനും ഇടയിൽ കോൺഗ്രസിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ മദ്യ നയവുമായി ബന്ധപ്പെട്ട് ഒരു പൊട്ടിത്തെല്ലെത്തി നിൽക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, കേരളത്തിൽ നന്നായിട്ട് അറിയാവുന്നതാണ്, VM സുധീരൻ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന രംഗത്ത് കാഴ്ചവെച്ച ഒരു ജനപക്ഷ നിലപാടുണ്ട്. അത് പരിസ്ഥിതിയുടെ പ്രശ്നത്തിലായാലും മദ്യത്തിന്റെ പ്രശ്നത്തിലായാലും കരിമണൽ ഖനനത്തിന്റെ പ്രശ്നത്തിലായാലും SFIയുടെ പ്രശ്നത്തിലായാലും അദ്ദേഹം എന്നും ഒരു ജനപക്ഷത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനത്തെ കേരളത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഒരു KPCC പ്രസിഡന്റ് ആയതിനു ശേഷം അത്തരമൊരു ജനപക്ഷ നിലപാടിൽ നിന്ന് മാറിക്കൊണ്ട് തന്റെ കഴിഞ്ഞകാല പൊതുപ്രവർത്തനത്തെ മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് മദ്യനയത്തിനെതിരായിട്ട് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിലൊരു കലാപം ഉയർത്തിയിരിക്കുന്നത്. നമുക്കൊക്കെ വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു സത്യമുണ്ട്. കേരളത്തിലെയും ഇന്ത്യയിലെ തന്നെയും രാഷ്ട്രീയ രംഗത്തെ ഒരു വലിയ വിഭാഗം അബ്കാരി നയവും അബ്കാരി വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് അവർ സമ്പത്ത് കണ്ടെത്തുന്നത്. അത്തരത്തിലുള്ള ഒരു സമ്പത്തിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ടും
അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ശൈലിയല്ല VM സുധീരൻ ഉള്ളത് കൊണ്ടും അദ്ദേഹത്തിന് വളരെ വ്യക്തമായി തന്നെ ഈ അബ്കാരി നയത്തെയും ഈ കേരളത്തെ, പ്രത്യേകിച്ചും കേരളത്തിലെ ഈ ചാരായ വ്യവസായത്തെ വളരെ വ്യക്തമായി എതിർക്കാൻ കഴിയുന്നുണ്ട്. ആ എതിർപ്പ് വളരെ വ്യക്തമായിട്ട് തന്നെ ഇന്ന് കോൺഗ്രസിന്റെ അകത്തുള്ള ഒരു നയത്തിന്റെ ഭാഗമാക്കി മാറ്റിയെടുക്കാൻ VM സുധീരന് ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കോൺഗ്രസിൽ കാണുന്ന ഈ കലാപക്കൊടി. ഇതിനെതിരെ നിൽക്കുന്ന എല്ലാ കോൺഗ്രസിലെ രാഷ്ട്രീയ നേതാക്കന്മാർ മൊത്തത്തിൽ തന്നെ ഈ നയത്തോട് വിയോജിപ്പുള്ളവർ ആണെങ്കിൽ കൂടി ചിലർക്കൊക്കെ ഈ നയം VM സുധീരന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ മദ്യ നയത്തെ തിരുത്താൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ അവർക്ക് പോലും വ്യക്തമായി സ്വതന്ത്രമായി ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തതിന് പിന്നിൽ അവർക്ക് ഈ നിലവിലെ ഈ അബ്കാരി നയത്തെ എതിർത്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും കാലത്ത് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ MLA യോ MP ആയി നിൽക്കുന്ന സമയത്ത് അവർക്ക് സാമ്പത്തിക സ്രോതസ്സുകൾ അടഞ്ഞു പോകുമെന്നുള്ള ഒരു ഉൾഭയം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ ഈ നയത്തെ എതിർക്കാൻ കേരളത്തിലെ ഒട്ടുമുക്കാൽ കോൺഗ്രസ് നേതാക്കൾക്കും കഴിയാത്ത ഒരവസ്ഥ ഇന്ന് സംജാതമായിട്ടുണ്ട്. ഇപ്പോൾ TH നാരായണൻ INCAS സെക്രട്ടറി ഖത്തറിൽ നിന്നും നമ്മോടൊപ്പമുണ്ട്. ശ്രീ നാരായണൻ, ശ്രീ VM സുധീരൻ KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന ഘട്ടത്തിൽ തന്നെ ഉണ്ടായ ഒരു ആക്ഷേപം, പൊതുവിൽ ഉണ്ടായ ഒരു വിലയിരുത്തൽ, ഇനി പാർട്ടിയും സർക്കാരും രണ്ട് തട്ടിലായിരിക്കും. VM സുധീരന് പ്രത്യേകമായ ചില നിലപാടുകളുണ്ട്, അതനുസരിച്ചായിരിക്കില്ല ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഫൈറ്റ്, ആഭ്യന്തരമായ പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന ഒരു വിലയിരുത്തൽ ആദ്യഘട്ടത്തിൽ അദ്ദേഹം VM സുധീരൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന ഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു. അത് ശരിയാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളല്ലേ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? അത്തരം ഒരു നിലപാടൊന്നും VM സുധീരന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അതെല്ലാം പത്രമാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഒരു സൃഷ്ടി മാത്രമാണ്. യഥാർത്ഥത്തിൽ UDF ഗവൺമെന്റിന്റെ പ്രകടന പത്രിക തന്നെ പറയുന്നത് ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് KPCCന്റെയും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെയും സംയുക്തമായ കമ്മിറ്റി ചേർന്ന് അത്തരം അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. തീർച്ചയായും കോൺഗ്രസിനൊരു നയമുണ്ട് ഈ കേരളത്തിൽ. ആ നയത്തിന്റെ ഭാഗമായിട്ടാണ് മദ്യനിരോധനം നടപ്പിലാക്കണം എന്നുള്ള രീതിയിൽ VM സുധീരൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. തീർച്ചയായും മുഖ്യമന്ത്രിയും VM സുധീരനും അടക്കമുള്ള ആളുകൾ ആ തീരുമാനത്തെ അംഗീകരിക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ സംയുക്തമായ രീതിയിലുള്ള ഒരു തീരുമാനം മുന്നോട്ട് വെക്കുന്നതായിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലാതെ പത്രമാധ്യമങ്ങളൊക്കെ തന്നെ വളരെ കാലമായിട്ട് കോൺഗ്രസിനകത്ത് VM സുധീരൻ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ VM സുധീരൻ കടന്നു വന്നതോടുകൂടി കോൺഗ്രസും ഭരണവും രണ്ടും രണ്ട് തട്ടിലാണ് എന്നുള്ള വ്യാപകമായ രീതിയിലുള്ള പ്രചരണം പത്രമാധ്യമങ്ങളും അതുപോലെ തന്നെ മീഡിയകളും ഒക്കെ തന്നെ വളരെ വ്യാപകമായ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്. യഥാർത്ഥത്തിൽ ശ്രീ നാരായണൻ, VM സുധീരൻ പാർട്ടിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയല്ല, അദ്ദേഹത്തെ ആരും ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല എന്ന് ആഭ്യന്തരമന്ത്രി മുൻ KPCC അധ്യക്ഷനുമായ രമേശ് ചെന്നിത്തല ഇന്ന് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ അത്തരമൊരു ശ്രമം നടന്നു എന്നതിനെ വേറൊരു തലത്തിൽ ഇൻഡയറക്റ്റായി അദ്ദേഹം സ്ഥിരീകരിക്കുകയല്ലേ? തീർച്ചയായിട്ടുമല്ല. പത്രങ്ങളിലും TV മാധ്യമങ്ങളിലൊക്കെ വന്ന ഒരു അഭിപ്രായത്തെ ഗണ്ണിക്കുക മാത്രമാണ് രമേശ് ചെന്നിത്തല ചെയ്തിട്ടുള്ളത്. അത്തരം ഒരു ചർച്ചയും അതിനകത്ത് നടന്നിട്ടില്ല. അങ്ങനെയാണ്, ശരിയാണ്. മാധ്യമങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതാണ് ഒരാൾ മാത്രം മദ്യവിരുദ്ധനും മറ്റുള്ളവരെല്ലാം മദ്യ ലോബികളുടെ കൂട്ടാളികളുമാണ് എന്ന രീതിയിൽ ഇവിടെ ആരും വരുത്താൻ ശ്രമിക്കേണ്ട എന്ന് മുഖ്യമന്ത്രി ഇന്നലത്തെ യോഗത്തിൽ പറഞ്ഞതായി മാധ്യമങ്ങൾ പൊതുവെ റിപ്പോർട്ട് ചെയ്തു. അതും നിങ്ങൾ തെറ്റാണെന്ന് ഒരുപക്ഷെ പറഞ്ഞേക്കാം. പക്ഷേ ഇന്ന് VM സുധീരന്റെ മറുപടി അങ്ങനെ ഒരു സ്റ്റാൻഡ് ഞാൻ എടുത്തിട്ടില്ല എന്ന് അദ്ദേഹം മറുപടി പറയുമ്പോൾ അത്തരമൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എന്ന് തന്നെയല്ലേ അർത്ഥമാക്കുക? അല്ല, പത്രമാധ്യമങ്ങൾ ചോദിച്ചതിനുള്ള മറുപടിയായിട്ടാണ് VM സുധീരൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. പത്രങ്ങൾ ചോദിച്ചത്, മാധ്യമപ്രവർത്തകന്മാർ ചോദിച്ചത്, താങ്കളും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ആ ചർച്ചയിൽ നടന്നു എന്ന് ചോദിച്ചപ്പോ തീർച്ചയായും VM സുധീരനെ പോലുള്ള കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറഞ്ഞു അത്തരം ഒരു ചർച്ചയും നടന്നിട്ടില്ല, അഭിപ്രായ വ്യത്യാസങ്ങളില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീ നൌഷാദിലേക്ക്. നൌഷാദ്, ഈ വാദത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഞാനത് അദ്ദേഹം പൂർണ്ണമായും പറഞ്ഞത് കേൾക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഞാനൊന്ന് ആദ്യം തന്നെ സംസാരം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ 418 ബാർ ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം തന്നെ കോൺഗ്രസിനകത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള അഴിമതിയുടെ ഭാഗമാണ്. ഇതിനകത്ത് കോൺഗ്രസിന് ഈ വിഷയം ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് വിഭാഗമുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നത് തന്നെ ഈ അഴിമതി മൂടി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു
നമ്മുടെ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് VM സുധീരൻ ആദർശവാദിയും മറ്റൊരാളും ആദർശമില്ലാത്തവരാണെന്നൊക്കെ വരുത്തിയിരിക്കുന്നത് എല്ലാ കാലത്തും കോൺഗ്രസ് ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട കാലത്തിലെല്ലാം തന്നെ ഈ നിലപാട് തുറന്നിട്ടുണ്ട്. നേരത്തെ കരുണാകരനും ഉമ്മൻചാണ്ടിയും ഉള്ളപ്പോൾ കരുണാകരൻ എല്ലാ ജന്മങ്ങളുടെയും മൂർത്തിഭാവവും ഉമ്മൻചാണ്ടി ആദർശവാദിയുമായിരുന്നു. ഇന്നിപ്പോ കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും ഉമ്മൻചാണ്ടി ഒറ്റപ്പെട്ടപ്പോൾ പുതിയ രീതിയിൽ ഒരു അവതാരമുണ്ട് എന്ന രീതിയിൽ വരെ തീർത്ത് ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ബാർ ലൈസൻസ് പുതുക്കലുമായി ബന്ധപ്പെട്ട് നടത്തിയുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതി മറച്ചുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് KPCC പ്രസിഡന്റ് എന്ന രീതിയിൽ ഒരാൾ ഇതിനകത്ത് വലിയ രീതിയിൽ യുദ്ധം ചെയ്യുന്നു എന്ന രീതിയിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്ത് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഈ ലൈസൻസ് റദ്ദ് ചെയ്തിട്ടുള്ളത്? ഇന്നിപ്പോ പത്രമാധ്യമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ റദ്ദ് ചെയ്ത ലൈസൻസ് എല്ലാം തന്നെ പുതുക്കി കൊടുക്കുന്നു എന്നാണ്. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിനകത്ത് കാശുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ എല്ലാം കോൺഗ്രസിന് വേണ്ടിയിട്ട് കേന്ദ്രത്തിൽ നിന്നെല്ലാം പണം വരുമെങ്കിലും ആ പണമൊന്നും പോരാത്ത അവസ്ഥയിലേക്ക് ഈ UDFന്റെ ഗവൺമെന്റ് കേരളത്തിൽ ദുഷിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കോടിക്കണക്കിന് രൂപ ആവശ്യമായി താങ്കളിലേക്ക് ഷഫീർ കൊടുങ്ങല്ലൂരിൽ നിന്നും ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ഉണ്ട്. ഷഫീർ പറഞ്ഞോളൂ. വളരെ കൃത്യമായ നിലപാടാണ് ശ്രീ VM സുധീരൻ സ്വീകരിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതാണ്. KPCC പ്രസിഡന്റായി ശ്രീ VM സുധീരനെ തെരഞ്ഞെടുക്കാൻ പോയ സമയത്ത് കേരളത്തിലെ ശ്രീ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ ശ്രീ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതൃത്വം അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് ആക്കാൻ വേണ്ടി തടസ്സം നിന്നതിന്റെ ഏറ്റവും ഒന്നാമത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ മദ്യ വിഷയവുമായി ബന്ധപ്പെട്ടത്, ബാർ ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം. ഇത് ഇവിടുന്ന് ഇനി ഇതിന്റെ തുടക്കം മാത്രമാണ്. ഇതിന്റെ ഒരു തുടർച്ച തന്നെ നമുക്ക് കാണാൻ കഴിയും. VM സുധീരൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എടുത്തിട്ടുള്ള ശക്തമായ നിലപാടുകളുടെ തുടർച്ചയാണ്. അതിന്റെ തുടർച്ചയാണ് ഇനി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഇനി ഏറ്റുമുട്ടലായിരിക്കും. ഇനി ഗവൺമെന്റും പാർട്ടി നേതൃത്വത്തില് ഈ പറയുന്ന കെ ബാബു ആയാലും രമേശ് ചെന്നിത്തല ആയാലും ഉമ്മൻചാണ്ടി ആയാലും ഒക്കെ ആയിട്ട് ഏറ്റുമുട്ടാൻ പോകുന്ന ഒരു തുടക്കം മാത്രമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് നന്ദി ഷഫീർ പ്രതികരിച്ചതിന്. ശ്രീ നാരായണൻ, KPCC അധ്യക്ഷനായി VM സുധീരൻ വരുന്നതിന് മുമ്പ് തന്നെ VM സുധീരൻ മുന്നോട്ട് വയ്ക്കുന്ന പല ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും സർക്കാരുമായി ഏറ്റുമുട്ടുന്നതാണ്. സെക്രട്ടേറിയറ്റിനുള്ളിലിരുന്ന് ശ്രീ കെ ബാബു എക്സൈസ് വകുപ്പിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ അതിന് പുറത്ത് മദ്യവിരുദ്ധ സമിതിയുടെ സമരങ്ങൾ ഉദ്ഘാടനം ചെയ്ത ചരിത്രമുണ്ട് VM സുധീരന്. ഈ ഗവൺമെൻറ്റിൽ ഉമ്മൻചാണ്ടി സർക്കാർ 2011 അധികാരത്തിൽ നിന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൽ ഏറ്റവും മോശം വകുപ്പ് എക്സൈസ് വകുപ്പാണ് എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട് VM സുധീരൻ. നേരത്തെ ഈ പ്രേക്ഷകൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു തുടക്കം മാത്രമല്ല, ഇനി മുന്നോട്ട് പോകുമ്പോൾ KPCC പ്രസിഡന്റും അല്ലെങ്കിൽ പാർട്ടിയും സർക്കാരും തമ്മിൽ തുറന്ന യുദ്ധത്തിലേക്കല്ലേ നയിക്കുക? ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ KPCC പ്രസിഡന്റായിട്ട് VM സുധീരൻ കടന്നു വരുമ്പോൾ കോൺഗ്രസുകാരുടെ മനസ്സിനകത്ത് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ കോൺഗ്രസിനകത്ത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെ മാറ്റിവെച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനവും ഗവൺമെന്റും ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ള രീതിയായിരുന്നു ഞങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിച്ചത്. തീർച്ചയായും ഈ സമീപനം തന്നെയാണ് VM സുധീരൻ സ്വീകരിക്കുന്നത്. കോൺഗ്രസിന്റെ നയമാണ് VM സുധീരൻ കൊണ്ടുവരുന്നത്. കോൺഗ്രസിന്റെ ആത്യന്തികമായ നയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും മദ്യനിരോധനം തന്നെയാണ്. ഘട്ടം ഘട്ടമായി മദ്യം എടുത്തു മാറ്റുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നയം. അതുതന്നെയാണ് UDFന്റെ പ്രകടന പത്രികയും അനുശാസിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരു വർഷത്തേക്കെങ്കിലും ഈ ലൈസൻസ് പുതുക്കി കൊടുത്തുകൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അത് നിർത്തലാക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുന്നോട്ട് പോകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ചർച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ തന്നെ ജനാധിപത്യ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് തീർച്ചയായും ചർച്ച നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടൊന്നും ഈ തകരുന്ന ഒരു പ്രസ്ഥാനമല്ല കോൺഗ്രസും ഗവൺമെന്റും എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.